ഹലോ ഗൈസ്, മാർക്കോ കണ്ട് ഇറങ്ങിയതാണ്. ഹനീഫ് അദാനിയുടെ ഒരു ബ്രൂട്ടൽ ക്രിയേഷൻ. അതാണ് ഫിലിം. ശരിക്കും നിങ്ങളുടെ അഭിപ്രായം പറ, എന്താ ലെവൽ? ബ്രൂട്ടാലിറ്റി പീക്ക് ലെവലിലാണ് പടം ഓടുന്നത്. പിന്നെ ഒന്നും പറയാനില്ല. ഫുൾ ബ്രൂട്ടൽ കില്ലിങ്. ബ്രൂട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രോ മാക്സ് കില്ലിംഗ് ആണ്. ഫുൾ വയലൻസ്. പോലെ കില്ലിംഗ് ആണ്. ശരിക്കും ഉണ്ണി മുതലെക്കാട്ടിയും വില്ലനാണ് കൂടുതൽ വയലൻസ് കാണിക്കുക. കറക്റ്റ്. അവൻ വന്നതിന് ശേഷമാണ് ബ്രൂട്ടാലിറ്റി തുടങ്ങിയത് തന്നെ. സത്യം. എന്താ കാണിച്ച ചങ്ങായി, ആ റിവെഞ്ച്, അവന്റെ റിവെഞ്ചാണ് ശരിക്കത്തെ ബ്രൂട്ടാലിറ്റി. വില്ലന്റെ റിവെഞ്ച് ആണ് പടം മൊത്തം ബ്രൂട്ടലായി എന്ന് പറയുന്നത് തന്നെ. കറക്റ്റ് നിൽക്കുന്നത് പുള്ളിയുടെ റിവെഞ്ച് തന്നെയാണ്. എല്ലാവരും പറഞ്ഞ പോലെ മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ വൺ ഓഫ് ദ മോസ്റ്റ് ബ്രൂട്ടൽ ഫിലിം, വൺ ഓഫ് ദ മോസ്റ്റ്. മലയാളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഇതായിരിക്കാം. ഇന്ത്യയിൽ തന്നെ നമ്മളെ കണ്ടതില് മോസ്റ്റ് വയലന്റ്, മോസ്റ്റ് ബ്രൂട്ടൽ ഫിലിം ഇത് തന്നെയാണ്. മലയാള ഇൻഡസ്ട്രി എന്തായാലും ഇങ്ങനത്തെ ഒരു പടം ഈ ഇടയ്ക്കൊന്നും ഇങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. ഈ ഇടയ്ക്കല്ല, ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ഈ അനിമൽ കില്ല് ഇതൊക്കെയാണ് മോസ്റ്റ് വയലന്റ് ഫിലിംസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറെ റിവ്യൂസും കമന്റ്സും വന്നിട്ടുണ്ട്. പക്ഷെ അത് വയലന്റ് ആണ്, പക്ഷെ ഇത് ബ്രൂട്ടലാണ്. കണ്ടു നോക്കുക, ഇതാണ് വയലൻസ്, ഇതാണ് ബ്രൂട്ടാലിറ്റി. ജസ്റ്റ് കില്ലിംഗ് അല്ല, പേഴ്സണൽ കില്ലിംഗ് ആണ്. പടത്തിന്റെ ഡയറക്ടർ പുള്ളി ഇത് ബ്രൂട്ടൽ ആക്കണം എന്ന് പറഞ്ഞ് ചെയ്തൊരു പടം. എന്തിനാ ബ്രൂട്ടൽ കയറ്റിയതെന്ന് ചോദിച്ചാ അത് കഥയ്ക്ക് വേണ്ടിട്ടാണോ കയറ്റിയത്, കഥയുണ്ടോ അറിയില്ല. വയലൻസ് മെയിൻ ആയിട്ട്, ഇതെല്ലാം മെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടി എടുത്തൊരു പടം. ശരിക്കും പറഞ്ഞ ആവശ്യമില്ലെങ്കിലും അവിടെ കാണിച്ചിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ രവി ബാസർ. KGF. ശരിക്കും പറഞ്ഞ KGFന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിൽ ചെയ്തതെന്ന് നമുക്ക് തോന്നിയില്ല. ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ല. ചെയ്തത് കലൈ കിങ്സൺ. നെക്സ്റ്റ് ലെവൽ സ്റ്റെയറിൽ വെച്ചിട്ടൊരു ഫൈറ്റ് സീക്വൻസസ്. അത് ബ്രഹ്മയുഗവും തലവനത്തെ ഫൈറ്റ് സീൻസും ഇതും തമ്മിൽ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ്. പ്രഗ്നന്റ് ലേഡീസ്, ചിൽഡ്രൻസ്, കാണാൻ പാടില്ല. കുറച്ച് ബെറ്റർ ടു അവോയ്ഡ് ഫാമിലി ആൻഡ് ചിൽഡ്രൻസ്. പടം ക്ലിക്കായി, പടം നല്ല രീതിക്ക് ക്ലിക്കായി. ഇതുവരെ കാണാത്തൊരു ഉണ്ണി മൂന്നനെ ഇതിൽ കണ്ടു. ആള് നല്ല രീതിക്ക് അല്ലേ സംഭവം. ആളുടെ ടോട്ടൽ ഫിസിക് ആണെങ്കിലും ശരി, വേറെ ലെവൽ. കോസ്റ്റ്യൂം വാസ് നൈസ്. എനിക്ക് ഏറ്റവും ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോസ്റ്റ്യൂം ഡിസൈനർ. ഓക്കെ, കാരണം എന്താ, അവിടെ ബ്ലാക്കിലാണ് കളി. എല്ലാവരും കാറുകളാണെങ്കിലും ശരി, കോസ്റ്റ്യൂംസ് ആണെങ്കിലും ശരി, കംപ്ലീറ്റ് ബ്ലാക്ക്. ഒരു മാഫിയ ടച്ചുള്ള ഒരു സംഭവം. ഡയറക്ടറിന് ജോൺ വിക്ക് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇറക്കിയതായിരിക്കും. കാരണം ആ സ്യൂട്ടും കാര്യങ്ങളും എല്ലാം. പിന്നെ കാസ്റ്റിന്റെ കാര്യം, പെർഫെക്റ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ്. അതായത് വില്ലനെ കണ്ട വില്ലനാണ് എന്ന് തോന്നിക്കുന്ന ഒരു കാസ്റ്റിംഗ്. ജഗദീഷ് ആണെങ്കിലും സിദ്ദിഖ്, മോനെ ഒരു ഫൈറ്റ് സീൻ. ഓക്കെ, ഒരു ഫൈറ്റ് സീനിൽ സിദ്ദിഖ് മെയിൻ എന്ന് പറഞ്ഞാൽ വേറെ സീൻ. ജഗദീഷ് ഞാൻ ഈ ക്യാരക്ടർ പുള്ളിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. സത്യം, ആള് നമ്മളെ കണ്ട ജഗദീഷ് അല്ല വേണം. അങ്ങനെ പറയണം. ശരിക്കും പറഞ്ഞ അടിപൊളി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഈ ഇന്റർവ്യൂസിലും പ്രൊമോയിലും എല്ലാം കണ്ട പോലെ ബ്രൂട്ടലായിരുന്നു. ബട്ട് എനിക്ക് എന്തോ ഒരു സീന് കട്ട് ചെയ്തിട്ടുണ്ടോന്നുണ്ട് ജഗദീഷിന്റെ. കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം, ജഗദീഷ് ചെയ്തത് ഭയങ്കര ബ്രൂട്ടലാണെന്ന് പറഞ്ഞു, പക്ഷെ സംതിങ് മിസ്സിങ്. അതെ, അതൊരു മേ ബി എക്സ്റ്റൻഡഡ് വേർഷനിൽ ഇന്നലത്തെ ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു 2 സെൻസർ ചെയ്തതാണ്. അപ്പോ എക്സ്റ്റൻഡഡ് വേർഷൻ OTT ചെയ്തു. മേ ബി ഇതിലും കൂടുതൽ സീൻസ് പ്രതീക്ഷിക്കാം. വില്ലൻ, സെക്കൻഡ് വില്ലൻ ആള് വന്നതിന് ശേഷമാണ് ബ്രൂട്ടാലിറ്റി. ആ ചങ്ങായി അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുക സ്ക്രീനിൽ. ആ ചങ്ങായി വന്നപ്പോ തൊട്ട് ബാക്കി വില്ലന്മാരൊക്കെ ഒരുമാതിരി കൊച്ചു കുട്ടികളായ പോലെ. സത്യം. ദെൻ ക്ലൈമാക്സ് ഫൈറ്റ് ലെവൽ എന്ന് പറഞ്ഞ ഹോളിവുഡ് റേഞ്ചിൽ അവർ എടുത്തിട്ടുണ്ട്. അതായത് വില്ലൻ മേലെ, ഹീറോ താഴെ, നമുക്കൊന്നും തോന്നില്ല. രണ്ടുപേരും കട്ടക്കി. അതാണ് മെയിന്. പിന്നെ ഉണ്ണി മൂന്നും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി മച്ചാൻ ഇനി ഒരു പടം ലിസ്റ്റ് കിട്ടുകയാ, അത്യാവശ്യം നിറയെ പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു സ്റ്റാറായി മാറും ഉറപ്പ്. കേരള ഓഡിയൻസിന്റെ അടുത്ത് ക്ലിക്ക് ആയാൽ അത് വേൾഡ് വൈഡ് ഉറപ്പാണ് ക്ലിക്ക് ആവും.
അല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഇല്ല. അതെ. പിന്നെ എനിക്ക് ഉണ്ണി മൂന്നനെ ഒരു റോക്കി ബൈൻ്റെ ഒരു ചായ ഉണ്ടായിരുന്നു അല്ലേ? KGF ഒക്കെ കണ്ട് ഡയറക്ടർ ഇൻസ്പയർ ആയി ഇറക്കിയ ഒരു പടമാണ് ശരിക്കും പറഞ്ഞത്. കോപ്പി അടിച്ചൊന്നും പറയാൻ പറ്റില്ല, ഇൻസ്പയർ ആയെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കോപ്പി അടിച്ച് പറയാൻ പറ്റില്ല. കാരണം കഥ കാര്യങ്ങള് ഒക്കെ ടോട്ടലി വേറെയാണ്. കുറച്ച് പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. വയലൻസ് ഇഷ്ടപ്പെടുന്നവര്, ഫൈറ്റ് സീക്വൻസ് ഇഷ്ടപ്പെടുന്നവര് അവർക്ക് ഓക്കെ ആയിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. പിന്നെ ഒരു സ്റ്റോറി ബേസ്ഡ് ഇല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബേസ്ഡ് ഇത് ലോജിക് ഇല്ല അങ്ങനെയുള്ള കുറ്റം കുറവ് പറയുന്ന രീതിയിലാണ് നിങ്ങൾ പോകുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ആവറേജ് പടമായിരിക്കും. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യണം, സിനിമോട്ടോഗ്രാഫി എൻജോയ് ചെയ്യണം, ടെക്നിക്കാലിറ്റി സിനിമയുടെ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്നവര്, ഇല്ലെങ്കിൽ മാസ് പടം കാണണം എന്ന് പറഞ്ഞു പോകുന്നവർക്ക് ഈ പടം ഇതൊരു worth watching മൂവിയാണ്. സോ ഞങ്ങളുടെ ഇതാണ് അല്ലെ, നമ്മുടെ എല്ലാവരും എല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമുക്കും വേണ്ട ഒരു റോക്കി ബായും ഒരു മലയാള ഇൻഡസ്ട്രിക്ക് അനിമലത്തെ രൺബീറും. നമുക്കൊരു എപ്പോഴും എല്ലാരും പറയും ഒരു KGF ഇല്ല, ഒരു RR ഇല്ല, അപ്പൊ ഒരു മാസ് മാർക്കോ. സോ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാവരും കാണുക, എക്സെപ്റ്റ് ഫാമിലി കുട്ടികള്, അവരൊന്നും കാണാതിരിക്കുക. സോ കണ്ടവര് കമന്റിൽ അഭിപ്രായം ഇടുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.